ഹായ് ഓൾ. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മിസ് ഒരു പ്രോബ്ലം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, മിറർ ഇക്വേഷനും മാഗ്നിഫിക്കേഷനും ആയിട്ടുള്ള ഒരു പുതിയ പ്രോബ്ലം ആയിട്ട്. അപ്പൊ നമുക്ക് ചെയ്താലോ? നോക്കി നോക്കാം അല്ലേ? പ്രോബ്ലം മിസ് വായിക്കാവേ. An object of size 7 centimeter is placed at 27 centimeter in front of a concave mirror of focal length 18 centimeter. At what distance from the mirror should a screen be placed so that a sharp image can be obtained? Find the size nature of the image. ഇങ്ങനെ വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പം നമ്മൾ എന്ത് വേണം? മനസ്സിരുത്തി ഒന്നും കൂടെ വായിച്ചു നോക്കണം. An object. Okay, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. Okay, സൈസ് എത്രയാ മക്കളെ? 7 സെന്റിമീറ്റർ. ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിന്റെ സൈസ് 7 സെന്റിമീറ്റർ. അപ്പൊ എന്താ? ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ് തന്നിരിക്കുന്നത്. ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിന്റെ ഹൈറ്റ് 7 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് മിസ് എഴുതി ഇവിടെ 7 സെന്റിമീറ്റർ. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് 7 സെന്റിമീറ്റർ. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, ഈസ് പ്ലേസ്ഡ്, അത് വെച്ചിരിക്കുവാണ് എവിടെയാ? at 27 centimeter in front of a concave mirror. ഒരു കോൺകേവ് മിററിന്റെ ഫ്രണ്ടിൽ, ഒരു കോൺകേവ് മിററിന്റെ ഫ്രണ്ടിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു കോൺകേവ് മിററിന്റെ ഫ്രണ്ടിൽ നമ്മൾ ആരെയും വെച്ചു? നമ്മൾ ഈ ഒബ്ജക്റ്റിന് വെച്ചു. ഒബ്ജക്റ്റിന് വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് എന്താണ്? അത് അതിന്റെ ഒബ്ജക്റ്റീവ് ഡിസ്റ്റൻസ് ആണ് അല്ലേ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു ആണ്. സോ യു ഈസ് ഈക്വൽ ടു 27. അത് നെഗറ്റീവ് കൊടുക്കണം. കാരണം എന്താ? യു ഓൾവേസ് നെഗറ്റീവ്. സോ മിസ് എന്ത് ചെയ്തു? അതിന് മൈനസ് കൊടുത്തു. ഓക്കെ, ആ ഫോക്കൽ ലെങ്ത്, ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. അത് എത്രയാ? 18 സെന്റിമീറ്റർ. എടാ, ഒരു കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് എന്താണ്? നെഗറ്റീവ് ആണ്. ഒരു കോൺവെക്സ് ആണെങ്കിൽ അത് പോസിറ്റീവ്. ഇവിടെ കോൺകേവ് ആയതുകൊണ്ട് അത് എന്താണ്? നെഗറ്റീവ് ആണ്. സോ മൈനസ് 18 സെന്റിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത്. അറ്റ് വാട്ട് ഡിസ്റ്റൻസ് from the mirror should a screen be placed? എടാ, സ്ക്രീൻ ബി പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്രീൻ എന്തിനാ വെക്കുന്നേ? സ്ക്രീൻ എന്തിനാ വെക്കുന്നേ? നമുക്ക് ഇമേജ് കിട്ടാൻ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്രയാ? എന്താ? മിററിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ് നമുക്ക് സ്ക്രീൻ വെക്കേണ്ടത്? അതിന്റെ അർത്ഥം എന്താ കുട്ടികളെ? നമ്മളുടെ ഇമേജ് ഡിസ്റ്റൻസ് വി ആണ്. സെയിം പ്രോബ്ലം നമ്മൾ സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു അല്ലെ? അപ്പൊ അതിന്റെ അതേ ടൈപ്പ് പ്രോബ്ലം ആണ്, വാല്യൂസ് മാത്രം വ്യത്യാസം. സോ നമുക്ക് വി കണ്ടുപിടിക്കണം. ആൻഡ് ഓൾസോ സൈസ്, നേച്ചർ ഒക്കെ കണ്ടുപിടിക്കണം. മാഗ്നിഫിക്കേഷനും ഹൈറ്റ് ഓഫ് ദ ഇമേജ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ചെയ്താലോ? ഓക്കെ, അപ്പൊ നമ്മൾ ഏത് ഇക്വേഷനാ യൂസ് ചെയ്യാം? ഓക്കെ, നമ്മുടെ മിറർ ഇക്വേഷൻ എന്തായിരുന്നു? അത് 1/f is equal to 1/v plus 1/v. So 1/f is equal to 1/v plus 1/v. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ വി ആയതുകൊണ്ട് മിസ് എന്ത് ചെയ്തു? നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ 1/v ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അവനെ അവിടെ നിർത്തി. 1/f ഇവിടെ ഉണ്ട്. ഓക്കെ, അവ 1/fന്റെ അടുത്തേക്ക് നമ്മൾ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ -1/u ആയിരിക്കും അല്ലെ? -1/u ആയിരിക്കും, പ്ലസ് അങ്ങോട്ട് വരുമ്പോ. ഓക്കെ, ഇനി നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ 1/f എത്രയും കുട്ടിയോടെ? -18 ആണ്. -1/u എത്രയാ? -27 ആണ്. ഓക്കെ, അപ്പൊ ഇത് 1/-18, രണ്ട് മൈനസുകൾ അടുത്തടുത്ത് വന്നാ പോസിറ്റീവ്. സോ +1/27. അതിനെ എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. സോ എന്ത് വരും? 27 into 1 plus -18 into 1. അപ്പൊ എന്ത് വരും? -18 divided by -18 into 27. മിസ് പറഞ്ഞു തന്നില്ലേ? a/b plus c/d ആണെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? അതേ സെയിം സ്റ്റെപ്പ് കേട്ടോ. സോ 27 ഈ പ്ലസും മൈനസും കൂടെ അടുത്ത് വന്നാൽ മൈനസ് ആയി. അപ്പൊ -18 ഡിവൈഡഡ് ബൈ -18ഉം 27ഉം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസും പ്ലസും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? മൈനസ് ആണ് വരുന്നത്. സോ -486 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് മിസ് എഴുതിയിരിക്കുന്നത് കേട്ടോ. സോ 1/v is equal to 27 എന്ന് 18 പോയാൽ 9, കുറച്ച് നോക്കാം. അപ്പൊ 9 ഡിവൈഡഡ് ബൈ -486. എടാ മക്കളെ, ഇത് 1/v അല്ലേ? നമുക്ക് വേണ്ടത് ആരാ? v അല്ലടാ. അപ്പൊ എന്ത് വേണം? തല തിരിച്ചിടാ അല്ലെ? തല തിരിച്ചങ്ങോട്ട് മറിച്ചങ്ങോട്ട് ഇടാം നമുക്ക്. അപ്പൊ v കിട്ടി. v കിട്ടിയപ്പോ എന്താ? -486/9. അത് എത്രയാടാ? -54 ആണ് അല്ലേ? നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 9 വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 54 കിട്ടും. സോ v നമുക്ക് കിട്ടിക്കഴിഞ്ഞു. v എത്രയാണ്? -54 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ v കണ്ടുപിടിച്ചു അല്ലെ? v എത്ര കുട്ടികളെ? നമ്മൾക്ക് -54 കിട്ടി അല്ലെ? ഇനി നമ്മൾക്ക് അതിന്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ എന്തായിരുന്നടാ? m is equal to hi by ho equal to minus v by u ആണ്. മിററിന്റെ കേസിൽ -v by u ആണ് അല്ലേ? അപ്പൊ നമുക്ക് m is equal to minus
ബി എത്രയായിരുന്നു -54 ഡിവൈഡഡ് ബൈ -27 ആൻഡ് നമുക്ക് ഇതിന് മൈനസും കൂടെ വരുമ്പോൾ നമുക്ക് എന്ത് വരും? മൈനസും കൂടെ വരുമ്പോൾ നമുക്ക് അത് പ്ലസ് ആവും അല്ലെ, ഡിവിഷന്. ഈ കാര്യങ്ങളൊക്കെ അറിയണം കേട്ടോ. അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് പോസിറ്റീവുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് വരുന്നു, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവിനെയും കൂടിയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ അത് നെഗറ്റീവ് വരുമെന്നും, അതേപോലെ ഡിവിഷന്റെയും അഡീഷന്റെയും കാര്യത്തിലൊക്കെ അതൊന്നും അറിയണേ. അറിയില്ലെങ്കിൽ, അറിയാത്ത വല്ല കുട്ടികളും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണം, മിസ് അതൊന്ന് പറയുമോ, ബേസിക് മാത്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് എന്താ വരും? -54 ഡിവൈഡ് ബൈ മൈനസും കൂടെ വരുമ്പോൾ നമുക്കത് പ്ലസ് വരും. ഇവിടെ പ്ലസ് വരും, പിന്നെ പുറത്തുള്ള മൈനസ് ഉണ്ട്. അപ്പൊ നമ്മള് 27 54 കൂടെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 വരും. അപ്പൊ നമുക്ക് എന്ത് വരുന്നു? -2. 27 × 2 ചെയ്ത് നോക്കടാ, 54 ആണ്. ഓക്കെ, അപ്പൊ -2. അപ്പൊ മാഗ്നിഫിക്കേഷൻ നമുക്ക് -2 എന്ന് കിട്ടി. അതായത് എടാ മിസ് പറഞ്ഞിട്ടുണ്ട്, മാഗ്നിഫിക്കേഷൻ വരുമ്പോ സൈന് വാല്യൂ. എടാ ഇവിടെ സൈൻ എന്താ? മൈനസ് അല്ലേ? മൈനസ് ആണെങ്കിൽ അവൻ ഇൻവേർട്ടറിന്റെ കൂടെയുള്ള കപ്പിൾ ആരാണ്? റിയൽ ആണ്. ഓക്കെ, അതിന്റെ മോഡുലസ് വാല്യൂ നോക്കുമ്പോൾ അത് 2 ആ. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1നേക്കാൾ വലുതാ. അപ്പൊ നമുക്ക് കിട്ടുന്നത് എൻലാർജ്ഡ് ഇമേജ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഇത് കിട്ടി. എന്താ കിട്ടിയത്? ഇമേജിന്റെ ഇത് കിട്ടി, മാഗ്നിഫിക്കേഷൻ കിട്ടി. ഇനി എന്താ വേണ്ടത്? ഹൈറ്റ് ഓഫ് ദ ഇമേജ് കണ്ടുപിടിക്കണം. ഹൈറ്റ് ഓഫ് ദ ഇമേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് HI ഇക്വേഷൻ HI/HO -V/U ആണ്. അപ്പൊ നമുക്ക് HI ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന HI HO × -V/U കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേപോലെ തന്നെ. അപ്പൊ നമുക്ക് എന്ത് വന്നു? HO നമുക്കറിയാം എത്രയാടാ? 7 ഇൻറ്റു -V/U ഇപ്പൊ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചുള്ളൂ, മാഗ്നിഫിക്കേഷൻ തന്നെയല്ലേ, അത് എത്രയാണ്? -2 ആണ്. അപ്പൊ 7 × -2 എത്രയാടാ? -14. അപ്പൊ ഹൈറ്റ് ഓഫ് ദ ഇമേജ് കിട്ടി. അപ്പൊ നമുക്കിപ്പോ V കിട്ടിയായിരുന്നു മക്കളെ, എത്രയാ? -54 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. അതേപോലെ ഇതൊരു ഇൻവേർട്ടഡ് ഇമേജ് ആണ്, റിയൽ ഇമേജ് ആണ്, എൻലാർജ്ഡ് ഇമേജ് ആണ്. അതിന്റെ ഹൈറ്റ് ഓഫ് ദ ഇമേജ് നമുക്ക് കിട്ടി. അപ്പൊ ഈ പ്രോബ്ലം കുറച്ചും കൂടെ ഈസി ആയി തോന്നുന്നില്ലേ? അപ്പൊ കഴിഞ്ഞ പ്രോബ്ലം കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ മിസ് ഇതിന്റെ ബേസ് കാര്യങ്ങൾ പറയുന്ന വേറെ വീഡിയോസും ഉണ്ട്, ഇൻട്രൊഡക്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോസും കണ്ടതിന് ശേഷം ഈ പ്രോബ്ലം സീരീസിലേക്ക് വരിക, 1 by 1 ആയിട്ട് കണ്ടുവരിക. അപ്പൊ പിന്നീട് അടുത്തൊരു പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് അത് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കൂടുതൽ പ്രോബ്ലംസ് ആയിട്ട് മിസ് അടുത്തൊരു വീഡിയോയിൽ വരാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. വീണ്ടും മിസ് പറയുന്നു, ക്വസ്റ്റ്യൻ കണ്ട് വെറുതെ വിട്ടു പോവാതെ അത് പ്രാക്ടീസ് ചെയ്യണം. ചില കുട്ടികൾക്ക് തിയറി ഓക്കെയാണ്, പ്രോബ്ലത്തിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് വരുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമുക്ക് പ്രോബ്ലം തിയറി വാരി വലിച്ചു പഠിക്കണം, പക്ഷെ പ്രോബ്ലം പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ കുറച്ചൊരു എഫേർട്ട് എടുത്താൽ മതി. ഇതൊന്നും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ. അപ്പൊ അടുത്തൊരു വീഡിയോയില് പുതിയൊരു പ്രോബ്ലം ആയിട്ട് മിസ് വരുന്നതാണ്. ബൈ.